എന്തായാലും നിർമ്മാതാവ് കുറേ കാശ് മുടക്കിയിട്ടാണ് സിനിമ ഇറക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അവർ പ്രൊമോഷൻ പരിപാടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും വേണ്ടേ, ഇങ്ങനൊരു സിനിമ ഇറങ്ങിയെന്ന് നാട്ടുകാരെങ്കിലും അറിയണ്ടേ. മീനാക്ഷി കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇതിൽ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുള്ള കാര്യം ഞാൻ പോലും അറിഞ്ഞത്. ആ ലേഖനങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുമുണ്ട്, രചനകളുമുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഗൗരി ലങ്കേഷ് പോലുള്ള എഴുത്തുകാർക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് സിനിമ കാണിക്കുന്നത്. ഇവരെ ഇനി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയൊന്നും അറിയാൻ പാടില്ല. ഇനി അതാണോ ഇനി റീസൺ. പിന്നെ ഈ സിനിമയിലെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് തുറന്നെഴുത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊന്നും ഇഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ അവരെ പലതരത്തിൽ ചിലപ്പോൾ അവരുടെ ഗുണ്ടകളെ വെച്ച് ജീവനെടുക്കും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. 2 കഥാപാത്രങ്ങളെ മാത്രം നമ്മളൊരു സിനിമ മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ചെറിയ ബോറിംഗ് ഒക്കെ തോന്നും. ആ ഒരു ഇതേ ഉള്ളൂ. പ്രൈവറ്റ് നല്ല മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ആവറേജ് മൂവി എന്ന് പറയാം. ഇമോഷണൽ ത്രില്ലറെന്നോ ഒരു റോഡ് മൂവി എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ ട്രാവൽ ജേണി മൂവി അങ്ങനത്തുള്ള ആ ഒരു ടൈപ്പിലുള്ള സിനിമയാണ്. പിന്നെ ഈ സിനിമ 2.25 മണിക്കൂറിൽ 2 മണിക്കൂറും നമ്മൾ കാണുന്ന മുഖം മീനാക്ഷിയും ഇന്ദ്രൻ ചേട്ടനും. അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള രംഗങ്ങളാണ് മുഴുവൻ. ഈ സിനിമയുടെ 2 മണിക്കൂർ ഇതാണ്. അവരുടെ ആ ഒരു പെർഫോമൻസ് രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മീനാക്ഷി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും ആ ഒരു നമ്മുടെ ഒപ്പത്തിൽ ആ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് തോന്നുന്നത്. പുള്ളിക്കാരി പ്രായമായിട്ടുണ്ട്. പുള്ളി 19-20 വയസ്സായ കുട്ടിയാണ്. ആ ഒരു ഏജിലുള്ള ക്യാരക്ടർ തന്നെയാണ് കൊടുത്തത്. പക്ഷേ എനിക്ക് തോന്നി ഒരു കുട്ടിത്തം വിട്ട് വരാത്ത പോലെ ഉള്ള ഇതായിട്ട് തോന്നി. പക്ഷേ പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തിരക്കഥയും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് തിരക്കഥയ്ക്ക് അകത്ത് വേറെ ഡൈവേർഷൻസും അതിൻ്റെ ഉപകഥകളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഒരു സിനിമ കുറേ ആകുമ്പം സിനിമയൊന്നും നമുക്ക് വലിയ പോലെ ഫീൽ ചെയ്യും. മൊത്തത്തിൽ ഒരു 2.25 മണിക്കൂർ സിനിമയാണ്. അതിൽ തന്നെ വേണമെങ്കിൽ കുറേ ആവർത്തനം പോലുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് കട്ട് ചെയ്ത് ഒരു അരമണിക്കൂറോളം വേണമെങ്കിൽ അവർക്ക് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു. അത് ഒഴിച്ച ഒരു 1.25 മണിക്കൂറായിട്ട് സിനിമത്തിനെ കുറേ കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു മൂവിയായിട്ട് തോന്നും. എന്തായാലും നിർമ്മാതാവ് കുറേ കാശ് മുടക്കിയിട്ടാണ് സിനിമ ഇറക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അവർ പ്രൊമോഷൻ പരിപാടി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും വേണ്ടേ, ഇങ്ങനൊരു സിനിമ ഇറങ്ങിയെന്ന് നാട്ടുകാരെങ്കിലും അറിയണ്ടേ. അത്രയ്ക്ക് പ്രൊമോഷനില്ല, പ്രത്യേകിച്ച് പരസ്യങ്ങളില്ല. മീനാക്ഷി കഴിഞ്ഞ ദിവസം എന്തോ ഒരു ഇതിൽ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുള്ള കാര്യം ഞാൻ പോലും അറിഞ്ഞത്. അങ്ങനെയാണ് ഇന്ന് പോയി ഈ സിനിമ കണ്ടത്. ശരിക്കും കാശ് മുടക്കി ഇറക്കിയിട്ടുണ്ടെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയില്ല. ഇനി ഇതിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ലേഖനങ്ങളുമുണ്ട്, അല്ലെങ്കിൽ അവർ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുമുണ്ട്, രചനകളുമുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഗൗരി ലങ്കേഷ് പോലുള്ള എഴുത്തുകാർക്കുള്ളൊരു ട്രിബ്യൂട്ടായിട്ടാണ് സിനിമ കാണിക്കുന്നത്. ഈ സബ്ജക്റ്റും അതാണ് ആ സിനിമയിൽ. അല്ലെങ്കിൽ അവരെയൊക്കെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പോലീസ് വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവം പോലെ അതാണ് ഇതിലെ വിഷയം. ഇനി ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെയൊന്നും അറിയാൻ പാടില്ല. ഇനി അതാണോ ഇനി റീസൺ. പിന്നെ ഈ സിനിമയിലെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തു എന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കൊന്ന് മ്യൂട്ട് ചെയ്തതായിരിക്കും. എനിക്ക് കണ്ടപ്പോൾ കുറേ ഭാഗങ്ങൾ കുറേ വാക്കുകളൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പുറത്ത് കേൾപ്പിക്കാതെ ഒരു സൈലൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. നിർമ്മാതാവിനെ ആലോചിക്കും. എന്തായാലും കാശ് മുടക്കി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും മിനിമം ഒരു കുറേ കാശുകളുണ്ടാവും. പിന്നെ പ്രൊമോഷൻ ചെയ്യാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. വിഷയം തന്നെയാണ് ഇതിലെ വിവാദം എന്ന് പറയുമ്പം രചനകൾ കൊണ്ട് അല്ലെങ്കിൽ ലേഖനങ്ങൾ കൊണ്ട് രാഷ്ട്രീയക്കാരുടെ ഭീഷണിക്ക് പലപ്പോഴും ഗൗരി ലങ്കേഷാണ് ഏറ്റവും വലിയ ഉദാഹരണം. കർണാടകയിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട് വേറെ കുറേ എഴുത്തുകാരെ ഈ സിനിമ തീരുമ്പോൾ കുറേ എഴുത്തുകാരുടെ അത് കാണിക്കുന്നുണ്ട്. പലർക്കും പലരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ തുറന്നെഴുത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനൊന്നും ഇഷ്ടപ്പെടാതിരിക്കും. അപ്പോൾ അവരെ പലതരത്തിൽ ചിലപ്പോൾ അവരുടെ ഗുണ്ടകളെ വെച്ച് ജീവനെടുക്കും. ഇതും അതുപോലെ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. അച്ഛൻ വേഷമായിട്ട് ഇന്ദ്രൻസും പിന്നെ അതിലൊരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ട് മീനാക്ഷി അഭിനയിച്ചിട്ടുണ്ട്. നന്നായി പെർഫോമൻസ് വൈസ് 2 പേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ 2.25 മണിക്കൂർ സിനിമയിൽ 2 മണിക്കൂറും നമ്മൾ ഈ 2 മുഖങ്ങളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബോറിങ് ചിലപ്പോൾ നമുക്ക് 2 കഥാപാത്രങ്ങളെ മാത്രം നമ്മളൊരു സിനിമ മൊത്തം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ചെറിയ ബോറിംഗ് ഒക്കെ തോന്നും. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ സബ്ജക്റ്റ് വൈസ് ആയാലും ഒരു പുതുമുഖ സംവിധായകൻ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആപ്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. പിന്നെ അങ്ങ് ഭയങ്കര ഹൈപ്പ് കൊടുക്കേണ്ട ഒന്നുമല്ല, എന്നാലും ഒരു കുഴപ്പമില്ലാതെ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് കൊണ്ട് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്ന സബ്ജക്റ്റും ഉണ്ട്. വളരെ നല്ലൊരു മൂവിയാണ്.